മനു, ദാ ഈ വാച്ചിന് എത്ര രൂപ വില വരും? ഈ ടിസോട്ടിൻ്റെ അല്ല ഏട്ടാ? അതെ. ഇതൊരു 60,000 രൂപ 1,00,000 രൂപയൊക്കെ വിലയുള്ള വാച്ചല്ലേ? ഒരു 800 രൂപ 1,300 രൂപ എടുത്ത് കിട്ടും ഇവിടുന്ന്. പിന്നെ അതേന്ന്, ഇത് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം കസ്റ്റംസും പോലീസും ചേർന്ന് എറണാകുളത്തു നിന്നും മലപ്പുറത്തു നിന്നും പിടികൂടിയത്. അപ്പോൾ ഒരു 1,500 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ടിസോട്ടിൻ്റെ ഒക്കെ വാച്ച് കെട്ടിക്കൊണ്ട് നടക്കാം. പിന്നെ കെട്ടിക്കൊണ്ട് നടക്കാം. അപ്പോൾ നമുക്കൊരു കടയിൽ പോയിട്ടേ ഇതിൻ്റെ ഒറിജിനൽ വില എത്രയാണെന്ന് പരിശോധിക്കാം. എന്നാൽ ഇതിൻ്റെ അന്തരം നമുക്ക് വ്യക്തമാകും. രാജ്യാന്തര കമ്പനികളുടെ ഉൾപ്പെടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഓതറൈസ്ഡ് ഷോപ്പാണിത്. നമ്മളിവിടെയാണ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാൻ വാർത്തയിൽ കണ്ടിട്ടുണ്ട് കുറേ ഡ്യൂപ്ലിക്കേറ്റ് വാച്ചസ്. അതെ. ഇപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വാച്ചസ്. യഥാർത്ഥത്തിൽ എത്ര വരും? ശരിക്കും ഈ എക്സാക്ട് വാച്ചിന്റെ കോസ്റ്റ് വന്നിട്ട് 9,495 കോസ്റ്റ് വന്നു. ഈ കാസിയോടെ ഈ വാച്ചിന് എത്ര വരും? സർ, ഇത് കാസിയോടെ ഒരു കിങ് ജി ഷോക്ക് എന്ന് പറഞ്ഞ കളക്ഷനാണ്. ഇതാണ് ഇതിന്റെ ഒറിജിനൽ മോഡൽ. കണ്ടോ, സോളാർ ഡ്യൂപ്ലിക്കേറ്റ്, ഇതാണ് ഒറിജിനൽ. ഇതിന്റെ 11,995 ഇതിന്റെ എക്സാക്ട് പ്രൈസ്. ഇറ്റിസോയുടെ വാച്ച് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിന് 700, 400, 500 ഒക്കെയാണ് വ്യാജന്മാർ ഈടാക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒറിജിനൽ കേട്ടോ. കറന്റ് പ്രൈസ് 58,000 ഇപ്പോഴത്തെ കറന്റ് പ്രൈസ്. എത്ര വ്യത്യാസമാണ് നോക്കണം. അതായത് 800 രൂപയ്ക്കാണ് വ്യാജം പോകുന്നത്. ഇത് യഥാർത്ഥ ഒറിജിനൽ സ്ഥാനത്തിന് 58,000 രൂപ വില വരും. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അക്കൗണ്ടുകൾ വഴി വ്യാജ വാച്ചുകളുടെ വിൽപ്പനയും തകൃതിയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടേ പലരും കാശുപോയ കാര്യം അറിയും. കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ വ്യാജ വാച്ചുകൾ പിടിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പലതും ചൈനീസ് നിർമ്മിതമാണെന്നാണ്. ഇവ മുംബൈയിൽ നിന്നാണ് കേരളത്തിലേക്ക് വന്നത്. തങ്ങളുടെ പേരിൽ വ്യാജൻ ഇറങ്ങുന്നുണ്ടെന്ന കമ്പനികളുടെ പരാതിയിലായിരുന്നു നടപടി. വ്യാജൻ വിറ്റിരുന്നവരെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം കൂടുതൽ വകുപ്പുകൾ കേസിൽ ഉൾപ്പെടുത്താനാണ് പോലീസ് നീക്കം. ഈ ഓൺലൈൻ വഴി വാച്ച് ഓർഡർ ചെയ്ത് വാങ്ങുന്നവർക്ക് കിട്ടുന്നത് ഒറിജിനൽ തന്നെയാണോ എന്ന കാര്യത്തിലും ഇപ്പോൾ വലിയ സംശയങ്ങളാണ് ഉള്ളത്. എന്തായാലും സംസ്ഥാന പോലീസ് നിലവിൽ 8 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പകർപ്പവകാശം ലംഘിച്ചതുമായി ബന്ധപ്പെട്ടാണ് FIR. എന്തായാലും കസ്റ്റംസും നമ്മുടെ രാജ്യത്തേക്ക് ഇത്രയധികം വ്യാജ വാച്ചുകൾ വരുന്ന വഴി ഏത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഒപ്പം അത് അടയ്ക്കാനുള്ള നടപടിയും തുടങ്ങിക്കഴിഞ്ഞു. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.